സാധനം എനിക്ക് ഷിംജിയുടെ ബ്രദറിനെ കിട്ടിയത്. പോലീസിന്റെ അടുത്തിരിക്കുന്ന അതേ വീഡിയോ തന്നെയാണ്. അതേ വീഡിയോ അല്ല, പിന്നെ ഇതിന്റെ 3 വീഡിയോ എടുക്കാൻ പറ്റുമോ? ഒരാൾക്ക് എന്ത് പണ്ടത്രേ ചോദിക്കുന്നത്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതൊരു എവിഡൻസ് അല്ല. ആ എവിഡൻസ് അവിടെ പോലീസിന്റെ ഉണ്ടോ? അങ്ങനത്തെ ഒരു എവിഡൻസ് നാട്ടിലെ ആൾക്കാർക്ക് പബ്ലിസിറ്റി ആക്കാൻ പറ്റുമോ? പിന്നില്ലാതെ അതിനെ പബ്ലിസിറ്റി ആക്കുന്ന എപ്പോഴാണ്? അത് ക്വസ്റ്റ്യനബിൾ ആണ്. അവൾ എഡിറ്റ് ചെയ്തിട്ടൊന്നും ഇല്ല. ഇത് കാണണം, എഡിറ്റ് ചെയ്തിട്ടേ ഇല്ല. ഇതുണ്ട്, ഒരു എഡിറ്റും ഇല്ല, ഒന്നുമില്ല. ഇതും സ്ലോ മോഷൻ ആണ്. അല്ലല്ല, ഇതും ലിറ്ററലി 1/6 എങ്ങനെ നിൽക്കുന്നു? ഞാൻ ഇവിടെ നിന്നിട്ട് ബസ് ട്രാവൽ ചെയ്യുമ്പോ ഉള്ള ജെർക്കില് ബസ് സ്റ്റോപ്പിൽ എത്തുന്നുള്ളൂ. ശരി, ഈ നിർത്തി തന്നെ വെച്ചോ. നിർത്തി. ഇപ്പൊ ആ വീഡിയോ ഞാൻ ഇങ്ങനെ നിൽക്കുന്നു. ഞാന് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ആ വീഡിയോയില് ഷിംജിത്തിന്റെ ക്യാമറ മൂവ് ആവുന്നത് കാണിക്കുന്നുണ്ട്. ആളും ഇപ്പൊ ക്യാമറ മൂവ് ആവുമ്പോ ആംഗിൾസ് ആ വീഡിയോ പ്ലേ ചെയ്യ്. ഇവിടെ ഇത് കണ്ടോ? ഇവിടെ ആരാ മൂവ് ചെയ്യുന്ന നോക്ക്. ഇതിനകത്ത് ആരാ ബാക്കിലുള്ള ആൾക്കാർ മൂവ് ചെയ്യുന്നത്? ബാക്കിലുള്ള ആൾക്കാർ മൂവ് ആവുന്നുണ്ട്. ഈ ഫ്രെയിം തിരിക്കുമ്പോ നോക്ക്, ഈ ബാക്കിലുള്ള ആൾക്കാർ വയസ്സായ വ്യക്തി അല്ല അവര് മൂവ് ആവുന്നുണ്ടെങ്കിൽ ഇപ്പൊ അവരനങ്ങാതെ നിൽക്കുമ്പോ ഈ ക്യാമറ മൂവ്മെന്റിൽ ഇവരും ഈ ഒരു വ്യത്യാസം നോക്കി. ഒരിക്കലും അല്ല കാണാത്തതാണോ നോക്ക്. ഇപ്പൊ ഇതാണ് ഈ വ്യക്തിയുടെ തലയുടെ മൂവ്മെന്റ്, തലന്റെ പോയിന്റ്. അയാൾ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ഷിംജിതയാണ് ഈ ക്യാമറ മൂവ് ചെയ്യുന്നത്. ക്യാമറ മൂവ് ചെയ്യുന്നത് ലിറ്ററലി ഈ വ്യക്തി ഇപ്പൊ ഈ പോയിന്റിലാണ്, ഈ ഹാഫിലാണ്. ഈ ഷിംജിത ക്യാമറ മൂവ് ചെയ്തിട്ട് ഈ വ്യക്തിയുടെ ഹാഫ് ഇവിടെ എത്തി. വിച്ച് മീൻസ് ഷിംജ ഇസ് ദ വൺ ടേണിംഗ് ചെയ്യുന്നത്. ഷിംജിതയാണ് ലിറ്ററലി പുള്ളിയുടെ കൈ കൊണ്ട് പ്രസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഫ്രെയിം ബൈ ഫ്രെയിം ഈ വ്യക്തി അനങ്ങാതെ നിൽക്കുവാണ്. ബാക്കിലുള്ള വ്യക്തി ലിറ്ററലി ആ വ്യക്തി നിൽക്കുന്ന ആ വ്യക്തിയുടെ വെച്ചിട്ട് ഇങ്ങനെ ഷിംജിനെയാണ് ഫ്രെയിം മൂവ് ചെയ്യുന്നത്. നമസ്കാരം. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഒരു ഷിംജിത വിഷയം. ഏറെക്കുറെ അത് വലിയ കോളിളക്കം സൃഷ്ടിച്ചതായിരുന്നു. ഈ കഴിഞ്ഞ ഇടയ്ക്ക് ദൃശ്യം 3 റിവ്യൂ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഷിംജിത അതിനെപ്പറ്റി പരാമർശപ്പോൾ അത് പിന്നെയും വൈറലായി. നമുക്ക് ഈ ഷിംജിതയുടെ വിഷയത്തെ പറ്റി നമ്മൾ ഇന്ന് സംസാരിക്കാൻ വന്നിരിക്കുന്നത് തമ്മിൽ പ്രോഗ്രാമിലൂടെ ഏറെ പ്രശസ്തയായി ഫെമിനിസ്റ്റുകൾക്കെതിരെ ഭയങ്കരമായിട്ട് സംസാരിച്ച ഫയാസ് അക്ബറാണ്. അതേപോലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് തിരുവല്ലയിൽ മത്സരിച്ച ചെകുത്താൻ എന്നറിയപ്പെടുന്ന അജു അലക്സാണ്ടർ. രണ്ടുപേർക്കും റെസ്പോൺസ് കയ്യിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് ഇപ്പോ ഷിംജിത ഇഷ്യൂ ഭയങ്കര കോളിളക്കം സൃഷ്ടിച്ച ഒന്ന് തന്നെയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോ ദൃശ്യം 3 റിവ്യൂ ഇറങ്ങിയത് പറഞ്ഞതും. എങ്ങനെയാണ് ഇതിനെ നോക്കി കാണുന്നത്? ഈ മലയാളത്തിൽ പണ്ടൊരു ചൊല്ലുണ്ട്, ഈ നാണമില്ലാത്തവന് പല ആല് മുളച്ചു കഴിഞ്ഞാൽ അതും ഒരു തണലെന്ന് പറയുന്നത്. ഇപ്പോ കേരളത്തില് ഇതിനേക്കാളും വലിയ കോളിളക്കം സൃഷ്ടിച്ച ഒരു വ്യക്തിയായിരുന്നു സരിത എസ് നായർ. പുള്ളിക്കാരത്തി പിന്നീട് രാഹുൽ ഗാന്ധിക്കെതിരെ വരെ അമേഠിയിലോ അവിടെ പോയി ഇലക്ഷൻ നിന്നിട്ടുണ്ട്. അപ്പോ ഇങ്ങനെയുള്ള ആളുകള് നോക്കിക്കാണുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒരു പബ്ലിസിറ്റി, നെഗറ്റീവോ പോസിറ്റീവോ ഡസൻ മാറ്റർ, ഒരു പബ്ലിസിറ്റി ഉണ്ടാക്കണം. ആ പബ്ലിസിറ്റി വെച്ച് ഇതാക്കണം. പക്ഷെ പുള്ളിക്കാരത്തി പ്രതീക്ഷിച്ചു കാണില്ല ലൈക്ക് ഈ ഒരു ജയിൽവാസം വേണ്ടി വന്നേക്കാന്നുള്ള പ്രതീക്ഷ ഉണ്ടാവില്ല. അപ്പൊ അതിനു മുമ്പ് തന്നെ എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പ് ഇത് അറ്റ്ലീസ്റ്റ് ഒരു 2 പേര്, അതിലും വേറൊരു പെങ്കൊച്ച് ലൈക്ക് നിങ്ങളെ പോലെ തന്നെ ഒരു ആങ്കർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് പുള്ളിക്കാരത്തിയാണ് ഈ ഒരു ട്രെൻഡ് കേരളത്തിൽ. എന്തോ ഒരു പേരുണ്ട്, ഏഞ്ചൽ ബേബിയോ അതല്ല മസ്താനിയുടെ കേസ്. അത് ലൈക്ക് അത് കുറച്ചുകൂടെ ഇതായിരുന്നു. അത് ഇപ്പൊ ലാസ്റ്റ് ഏഞ്ചല് പിന്നെ വേറൊരു പെങ്കൊച്ച് ഇടയ്ക്ക് ഒരാളെ അങ്ങനെ ഒരു ബന്ധമില്ലാത്ത അതാ വയസ്സായ മനുഷ്യൻ അങ്ങനത്തെ വീഡിയോ. അതൊരു പാറ്റേൺ ആയിട്ട് യൂസ് ചെയ്യുമ്പോ ലൈക്ക് ഷിംജിത വിചാരിച്ചു ഓക്കെ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പൊ പുള്ളിക്കാരത്തി ലൈക്ക് ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി കാത്തു കുറെ വീഡിയോസ് എടുത്തു. ലൈക്ക് പോലീസ് ചെക്ക് ചെയ്തപ്പോ ഏകദേശം 6 or 7 വീഡിയോസ് എന്തോ എടുത്തു വെച്ചിട്ടുണ്ട്. അതില് പുള്ളിക്കാരത്തിക്ക് ഇത് ചെയ്യാൻ പറ്റുന്നത് മാത്രം എടുത്ത് കറക്റ്റ് ആയിട്ട് ക്യാപ്കട്ടിൽ എഡിറ്റ് ചെയ്തിട്ടാണ് പുള്ളിക്കാരത്തി അത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഞാനാണെങ്കിൽ പോലും ഒരു വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോ ചിലപ്പോ എന്തെങ്കിലും സംഭവിക്കാം. ലൈക്ക് പുള്ളിക്കാരത്തി ആ എടുത്ത വീഡിയോയിൽ തന്നെ ആദ്യം കാണിച്ച ലൈക്ക് ദീപകനെ കാണിച്ച വീഡിയോയില് അവിടെ തന്നെ വേറൊരു 3-4 ആണുങ്ങൾ നിൽക്കുന്നുണ്ട്.
അപ്പൊ പുള്ളിക്കാരത്തി നോക്കിയത് ഇതിൽ ഏതെങ്കിലും ഒരാളെ കിട്ടുമെന്ന്. പാവം ദീപക് പോയി പെട്ടു. ചിലപ്പോ ദീപക്കിന്റെ സ്ഥാനത്ത് ചെകുത്താനാണ് അവിടെ നിന്നിട്ടുണ്ടായിരുന്നത്. ഇതേപോലെയാണ് ചെകുത്താൻ ചിലപ്പോ വീട്ടിൽ പോയിട്ട് ഞാൻ നിന്നെ കാണിച്ചോന്ന് വെച്ച് തിരിച്ച് ചോദിച്ചിട്ടുണ്ടാവും. പക്ഷെ ദീപക്കിന് അതിനുള്ള ഒരു മെന്റൽ സ്ട്രെങ്ത് ഉണ്ടായിരുന്നു. ഓൾറെഡി ഹി വാസ് അണ്ടർ ഗോയിങ് ത്രൂ എ ലോട്ട് ഓഫ് തിങ്സ്. സോ ഹി ചോസ് ദാറ്റ് പാത്ത്. അത് ആത്മഹത്യ ഒരു തെറ്റാണോ ശരിയാണോ പണ്ട് സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞ പോലെ ഒരു താൽക്കാലിക ആശ്വാസത്തിന് ആത്മഹത്യ എന്നത് ഓക്കെ എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ പുള്ളിക്കത് ഹാൻഡിൽ ചെയ്യാനുള്ള ഇതില്ല. പിന്നെന്താന്ന് പറഞ്ഞാൽ പുള്ളി ഓൾറെഡി ഒരു ഡിവോഴ്സ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോ ഇങ്ങനത്തെ ഒരു സംഗതിയും കൂടി വന്നു കഴിഞ്ഞാൽ അതും ഇതും കണക്ട് ചെയ്ത് പിന്നെ ആൾക്കാർക്ക് കഥ മെനയാൻ പ്രത്യേകിച്ചൊന്നുമില്ല, മലയാളം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോ അങ്ങനെയുള്ള കഥകൾ വരും. പിന്നെ അതിന്റെ പിന്നാലെ ഇപ്പൊ ശ്യാമ ചേച്ചി കഴിഞ്ഞ ഡിബേറ്റിൽ പറഞ്ഞ പോലെ തന്നെ പിന്നെ ഉണ്ടാവുന്ന നഷ്ടങ്ങള് പുള്ളി മാത്രം ഫേസ് ചെയ്യേണ്ടതാ. അതുകൊണ്ടാണ് പുള്ളി ചെയ്തതിലേക്ക് ഇപ്പൊ ദീപക് നമ്മളൊരു ഫേമസ് ആയ കേസ് മാത്രം ഡെയിലി ഇഷ്ടക്കണക്കിന് കേരളത്തിൽ ചുരുങ്ങിയത് ഒരു 5 ആണുങ്ങളെങ്കിലും ആത്മഹത്യ ചെയ്യുന്നുണ്ട് കേരളത്തിൽ ഓരോ ദിവസവും. അപ്പോ അതിനും പല പല കാരണങ്ങളുണ്ട്. പലതും ഇതുപോലത്തെ പല കാരണങ്ങളായിരിക്കാം. പക്ഷെ അതൊന്നും മെയിൻ സ്ട്രീമിലോട്ട് വരുന്നില്ല. അത്രേ ഉള്ളൂ. അല്ല, എനിക്ക് ഈ പറഞ്ഞ പരിപാടിക്കകത്തെ ദീപക് ആത്മഹത്യ ചെയ്തത് ഷിംജിത കാരണമല്ല. ഒരിക്കലും അങ്ങനെ ഒരു ഇൻസിഡന്റ് കൊണ്ട് ആത്മഹത്യ ചെയ്യാനാണെങ്കിൽ ഒരുപാട് പേര് ആത്മഹത്യ ചെയ്യണം. അയാൾ ചെയ്തെന്ന് പറയുമ്പോൾ ആത്മഹത്യ എന്ന് പറഞ്ഞ സംഭവം തന്നെ ഒരു സൈക്കാട്രിക് ഡിസോർഡർ ആയിട്ട് ഞാൻ കാണത്തുള്ളൂ. അല്ലാതെ അതിനൊരു റീസൺ എന്ന് പറഞ്ഞ് അതെ അതെ ആത്മഹത്യ ശ്രമം തന്നെ കുറ്റാർഹമാണ്, ശിക്ഷാർഹം അല്ലെന്നേ ഉള്ളൂ. ഇപ്പൊ ഇയാള് മരിച്ചില്ലെന്ന് വിചാരിക്കുക, അയാൾ ആത്മഹത്യക്ക് ശ്രമിച്ചു, പരാജയപ്പെടുക. ഇന്ന് ഈ കഥ ഇങ്ങനെ ആയിരിക്കത്തില്ല, കഥ മാറും. അതുപോലെ തന്നെ ഇയാൾ ആത്മഹത്യ ചെയ്തില്ലായിരുന്നു എന്ന് വിചാരിക്കുക, അപ്പോഴും എന്ത് പറ്റുമെന്ന് വെച്ചാല് പിന്നെ നടക്കാൻ പോകുന്നത് ഷിംജിത കൊണ്ട് കേസ് കൊടുത്തു, എല്ലാം അതിന്റെ അന്വേഷണം. അപ്പൊ അത് കഴിഞ്ഞത് മീഡിയ ഇടപെടും, സോഷ്യൽ മീഡിയ ചർച്ചയാവും, ഇതേ തർക്കം നടക്കും. എന്താ തർക്കിക്കുക എന്ന് വെച്ചാൽ ഇയാൾ തൊട്ടോ മുട്ടിയോ അങ്ങനെയാണ്. അതെ അതാണ് വന്നത്. പക്ഷെ ഇയാൾ മരിക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഇത് ചോദ്യം ചെയ്യാനുള്ള ആളവിടെ ഇല്ല, മനസ്സിലായോ? അതുപോലെ തന്നെ പോലീസിനൊന്നും ചെയ്യാനില്ല. അപ്പൊ എന്ത് സംഭവിക്കും? അതിനകത്തൊരു പ്രസക്തി ഇല്ലാതായി. പിന്നെ ഇയാളെ മരണത്തെയാണ് എല്ലാരും കൂടെ ഫോക്കസ് ചെയ്തിട്ട് സെന്റിമെന്റ്സ് വരുന്നത്. അങ്ങനെ നോക്കുവാണെങ്കിൽ ഇപ്പോ ആലുവയില് മോഫിയ പർവീൺ എന്ന് പറഞ്ഞൊരു പെൺകുച്ചി ഭർത്താവിന്റെ പീഡനം കാരണം സൂയിസൈഡ് ചെയ്തെന്ന് പറയുന്നത്. അതില് ഭർത്താവിന് കുറെ കാലം ലൈക് പബ്ലിക് എപ്പോഴും നമ്മൾ പറയുന്നതാണ് കോടതി നീതിന്യായ വ്യവസ്ഥ എപ്പോഴും പബ്ലിക് സെന്റിമെന്റിന് മാറ്റി നിർത്തണമെന്ന്. പക്ഷെ ഒരുവിധം എല്ലാ കേസുകളും പബ്ലിക് സെന്റിമെന്റ് എന്താണോ അതിനനുസരിച്ചിട്ടാണ് കോടതികൾ ജാമ്യം നൽകുന്നതും നൽകാതിരിക്കുന്നതൊക്കെ. അപ്പോ ആ കേസിലും ഇപ്പോ ലൈക്ക് ആ പെൺകുട്ടിയെ പഠിപ്പിച്ച ടീച്ചർമാർ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ലൈക്ക് ഈ പെൺകുട്ടിക്ക് ആയ കാലം തൊട്ടേ ഒരു ലൈക്ക് സൂയിസൈഡൽ ഉള്ള പെൺകുട്ടിയാണ്. അതേപോലെ അവൻ ഡിവോഴ്സ് ആവശ്യപ്പെട്ടു എന്നതിന്റെ പേരിലാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. അതിന്റെ കൂടെ തന്നെ ലൈക്ക് ആത്മഹത്യാ കുറിപ്പില് പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് ആ കുട്ടിക്ക് നീതി നൽകിയില്ല പോലീസുകാരെന്ന് പറഞ്ഞിട്ടൊക്കെ. എന്നിട്ട് ഭർത്താവിനെ പോലീസ് സ്റ്റേഷനിൽ തല്ലിയെന്നും അവളെന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം ചോദിക്കണം, ഇപ്പൊ താങ്കളും താങ്കളുടെ ഹസ്ബൻഡും തമ്മിലൊരു വഴക്ക്, താങ്കൾ പോലീസ് സ്റ്റേഷനിൽ വെച്ച് താങ്കളുടെ ഭർത്താവിനെ തല്ലിക്കഴിഞ്ഞാൽ പോലീസുകാർ എങ്ങനെ പ്രതികരിക്കണം? ഭർത്താവിന്റെ തല്ലി കഴിഞ്ഞാൽ തല്ലിയ ആളെയാണ് ആ പോലീസുകാരൻ ചെയ്ത തെറ്റെന്ന് പറയുന്നത് അവിടെ സ്ത്രീ എന്ന പരിഗണന കൊടുത്തിട്ട് ഒഴിവാക്കി വിട്ടു. ഒരു ഭർത്താവാണ് ഭാര്യനെ അവിടെ വെച്ച് ഇതേപോലെ തല്ലിയെന്നുണ്ടെങ്കിൽ അവനെ എപ്പോ തൂക്കിയെടുത്ത് അപ്പൊ അല്ല, അവനെ തൂക്കിയെടുത്ത് ഫസ്റ്റ് ആസ് എ പ്രൈമറി സ്റ്റെപ്പ് അവനെ തൂക്കിയെടുത്ത് അകത്തിടുന്നതാണ്. ഇതേ പരിപാടി മോഫിയ പർവീണെ പിടിച്ചത് അകത്തിട്ടാണെങ്കിൽ മോഫിയക്ക് അതിനകത്ത് സൂയിസൈഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടാവില്ല. പിന്നെ പുറത്തു വന്നിട്ടേ സൂയിസൈഡ് ചെയ്യുള്ളൂ. അപ്പൊ കേസിൽ പ്രതിയായ ഒരു പെൺകുട്ടി സൂയിസൈഡ് ചെയ്തു. ഇപ്പൊ ദീപകിന്റെ കേസിൽ എന്താ സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീപക് സൂയിസൈഡ് ചെയ്യുന്നത് ഷിംജിത പ്രതീക്ഷിച്ചിട്ടില്ല. അതാണ് സംഭവം. ഇപ്പോ ഷിംജിത ചെയ്തതിലൊരു വിഷയം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള വീഡിയോസ് ചെയ്ത ആൾക്കാർ ഈ മുഖം മറയ്ക്കാനുള്ള ശ്രമമൊക്കെ നടത്തിയിട്ടുണ്ട് ചില ലൈക് ആൾക്കാർ. സോ അവിടെ ചെയ്തു എന്ന് പറയപ്പെടുന്ന വ്യക്തി ഇത് ആരാണെന്നുള്ളത് അധികം ആൾക്കാർക്ക് അറിയുന്നില്ല. ദീപകിന്റെ കേസിൽ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വാസ് എവിഡന്റ്. ഷിംജിത, ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം, ലൈക്ക് ഒരു സർട്ടൺ എമൗണ്ട് ഓഫ് മുസ്ലിം ഗേൾസിന് ഒരു പ്രിവിലേജ് കിട്ടുന്നുണ്ട്. ആ പ്രിവിലേജ് വെച്ച് എങ്ങനെ പോയാലും എനിക്ക് ഡിഫൻസ് കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷ പുള്ളിക്കാരത്തിക്കുണ്ട്.
പക്ഷെ ഈ ഒരു എക്സ്റ്റെന്റിലോട്ട് ലൈക്ക് ഒരു ഡെത്ത് എന്നുള്ളൊരു എക്സ്റ്റെന്റിലോട്ട് വരുമെന്ന് പുള്ളിക്കാരത്തി പ്രതീക്ഷിച്ചിട്ടില്ല. അത് ആ സമയത്തെ പുള്ളിക്കാരത്തിയുടെ ലൈക്ക് റിയാക്ഷൻസും കാര്യങ്ങളൊക്കെ കണ്ട് നമുക്ക് മനസ്സിലാവും. പിന്നെ ഈ ദൃശ്യം 3ന്റെ റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേസ്റ്റ് നടക്കാൻ പോകുന്നത് ആസ് എ വുമൺ ഇന്ത്യയിൽ സ്ത്രീകളെ തൂക്കിക്കൊന്നിട്ടില്ല ഇന്നേ വരെ. സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു സ്ത്രീയെ തൂക്കിക്കൊന്നിട്ടില്ല. അതുകൊണ്ട് വധശിക്ഷ ഒന്നും കിട്ടില്ല, ജീവപര്യന്തവും കിട്ടില്ല. സ്ത്രീ എന്ന പരിഗണന നൽകിയിട്ട് ഇപ്പൊ ഭർത്താവിനെ കൊന്ന ഭാര്യയ്ക്ക് വരെ 500 രൂപ ഫൈനിൽ ഒതുക്കിവിട്ട നിയമങ്ങളുള്ള നാടാണ്. അപ്പൊ എന്തായാലും സ്ത്രീ എന്ന പരിഗണന കിട്ടും. പിന്നെ നമ്മുടെ നാട്ടിൽ നിയമവ്യവസ്ഥയാണ്. ഇപ്പൊ ഷിംജിതിക്ക് ഒരു 30 വയസ്സുണ്ടെന്ന് പ്രതീക്ഷിക്കും. ഈ കേസിനൊരു വിധി വരണമെങ്കിൽ തന്നെ 40-45 വയസ്സ്. അപ്പോ പിന്നെ അപ്പീല് അത് ഇതൊക്കെ അങ്ങനെ കാലാകാലം നീട്ടിക്കൊണ്ട് പോകാം. അപ്പൊ ആ ഒരു ധൈര്യം ഇപ്പൊ പുള്ളിക്കാരത്തി വന്നിട്ടുണ്ട്. പിന്നെ പുള്ളിക്കാരത്തി ഞാൻ കണ്ടിടത്തോളം ആ ലൈവും കാര്യങ്ങളൊക്കെ കണ്ടിടത്തോളം എനിക്ക് മനസ്സിലായത് പുള്ളിക്കാരത്തി വിചാരിച്ചു എന്തായാലും നാറി, ഇനിയിപ്പോ ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ കോമാളിയായി, അപ്പൊ പിന്നെ ആ കോമാളി വേഷങ്ങൾ കെട്ടുക, അതിലൂടെ വരുമാനം ഉണ്ടാക്കുക. അതാണ് ബേസിക്കലി പുള്ളിക്കാരത്തി ചെയ്യുന്നത്. നമ്മളിപ്പം മേക്കപ്പ് ഇട്ട് എന്ത് ചെയ്തിട്ടും കാര്യമില്ലല്ലോ. ഉള്ളിന്റെ ഉള്ളിൽ നമുക്കൊരു ഗിൽറ്റ് ഫീലിംഗ് ഉണ്ടെങ്കിൽ അത് കാലക്രമേണ നമ്മളെ കൊന്നു തിന്നോളും. ഷിംജിത ബസ്സിൽ യാത്ര ചെയ്യുന്നു. ആ വീഡിയോ കണ്ടപ്പോ ഫസ്റ്റ് എന്താ തോന്നിയത്? എനിക്ക് തോന്നിയത് ഈ ദീപക് എന്ന് പറഞ്ഞ ആള് ആദ്യം ഒരു സ്ത്രീയുടെ അടുത്ത് നിന്നിട്ട് അയാൾ ഈ ബാഗ് ഇങ്ങനെ പൊക്കി അവരുടെ കറക്റ്റ് ആ ബ്രസ്റ്റ് തൊടുന്ന പരുവത്തിലാണ് അയാളുടെ ഹാൻഡ് ഇരിക്കുന്നത്. അയാളുടെ നിപ്പും പരിപാടിയും കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഇയാൾ അവിടെ ഇങ്ങനെയാണ് അയാളുടെ ഒരു പാറ്റേൺ. ഇല്ല, രണ്ട് ബാഗ്. എനിക്ക് ആ വീഡിയോ ഉണ്ട്, ഒറിജിനൽ വീഡിയോ തന്നെ എന്റെ ഉണ്ട്. അതിനകത്ത് ഒരിടത്തും നമുക്ക് കണ്ടാൽ മനസ്സിലാവും ആദ്യം ഇത് കണ്ടു ഇവള്. ഷിംജിത കാണുന്നു, ഇത് വേറെ പലരും കണ്ടു കാണും. ഈ മുട്ടി ഒരു പെണ്ണ് പിന്നെ പുറത്തു വന്നിട്ടില്ല. മുട്ടി എന്ന് പറയപ്പെടുന്ന വേറൊരു സ്ത്രീയെ പറ്റി പറയുന്നുണ്ട് ഷിംജിത. അവര് പുറത്തോട്ട് വരാഞ്ഞതിന്റെ കാരണം ദീപക് മരിച്ചതുകൊണ്ടാണ്. മനസ്സിലാകുന്നുണ്ടോ? അതുപോലെ തന്നെ ഈ പൊതുവികാരം മാറുമ്പോഴത്തേക്കിന് അങ്ങനെ ഒരു അന്വേഷണമോ അല്ല അവരുടെ വീട്ടിൽ ചെന്നാലും ചോദിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. പിന്നെ മൊത്തം ഈ ഡെത്ത് കഴിഞ്ഞിട്ടുള്ള പ്രൊസീജിയേഴ്സ് നടക്കുന്നത്. ദീപക് മരിച്ചത് തൊട്ടടുത്ത ദിവസമല്ലല്ലോ, അതും കഴിഞ്ഞിട്ടല്ലേ? അതൊക്കെ സമ്മതിച്ചു. പക്ഷെ ഈ പറഞ്ഞ കേസിൽ അത് കഴിഞ്ഞിട്ട് ഷിംജിത ഇത് കാണുന്നുണ്ട്. അപ്പൊ ഷിംജിത എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഷിംജിത ഒരു സോഷ്യൽ ആക്റ്റീവ് പേഴ്സൺ ആണ്. പുള്ളിക്കാരിക്ക് വ്ളോഗ്സ് ചെയ്യുന്ന പരിപാടികളുണ്ട്. അപ്പൊ അവരെന്ത് ചെയ്തു, ഇവിടെ സ്ഥിരം ഇതാണ് നടക്കുന്നത്. അതായത് ഒരു കേസ് കണ്ടാല് വീഡിയോ എടുത്തിടുക എന്നുള്ളൊരു പരിപാടി അല്ലാതെ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് ചെയ്താൽ എന്താവും? ഒന്നും ആകത്തില്ല. ഇതുപോലെ ഇഷ്ടം പോലെ ആൾക്കാർ എനിക്കറിയാവുന്നവരടക്കം പോലീസ് സ്റ്റേഷനിൽ ഇതുപോലത്തെ പരാതികൾ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്താൽ ഒന്നും നടക്കുന്നില്ല. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം, ഇപ്പൊ ഒരു പെൺകൊച്ച് ഇതുപോലെ വീഡിയോ ഇട്ടവരെല്ലാരും എന്താ സംഭവിച്ചു? ഇപ്പൊ സവാദിന്റെ കേസിലാണ് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കേസിൽ ഇൻവോൾവ് ആവുന്നത്. ഞാൻ നേരെ ഈ സ്റ്റേഷന്റെ ആ ജയിലിന്റെ ഫ്രണ്ടിൽ പോയി നിന്നത് ഒരു കാര്യം പറയാൻ മാത്രമാ. അപ്പൊ അവിടെ നിന്ന് അവസാനം പറഞ്ഞത് ചെറുത്താൻ ഇവന് മാലയിട്ട് സ്വീകരിക്കാൻ പോയെന്നാ. അതല്ല സംഭവിച്ചത്. ഞാൻ അവിടെ ചെന്നത് എന്താന്ന് വെച്ചാല്, ഈ സാധനം അഡ്രസ് ചെയ്യുന്നത് ശരിയല്ല. മീഡിയ അഡ്രസ് ചെയ്യുന്നതോ അല്ലെ പോലീസ് ഇതിന് നടപടി എടുക്കുന്നതോ സ്ത്രീക്ക് മേലെ പുരുഷനുള്ള എന്തോ സംഭവം പോലെ, സ്ത്രീയും പുരുഷനും തമ്മിൽ എന്തോ ഇഷ്യൂ ആണ്. ഇവിടെ തമ്മിൽ ചർച്ച കണ്ടാലും അങ്ങനെയാ സംഭവിച്ചത്. ഇപ്പൊ ശ്രീലക്ഷ്മി അറക്കലും ടീമും വന്നിരിക്കുന്നു, നാവലീസ് ഇപ്പുറത്തിരിക്കുന്നു, ആണും പെണ്ണും തമ്മിൽ എന്തോ അടി നടന്നിട്ട് ഓക്കെ ട്രോഫി ഒരാണിന് കൊടുത്തു. സംസാരിച്ച അങ്ങനെയാണ്. അത് അവരുടെ കാര്യമാണ്. ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ, അത് ഞാൻ പറയാം എന്താണ്, ഞാൻ അങ്ങനെയല്ല സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഈ സാധനം അഡ്രസ് ചെയ്യുന്നത് തെറ്റിച്ച. ഇതുവരെ എല്ലാരും പറയുന്നത് ഈ സ്ത്രീ പുരുഷ പ്രശ്നം കണ്ടാണ്. ഒരു സ്ത്രീയുടെ വണ്ടിക്ക് ഒരു പുരുഷനും അങ്ങനെ ഒരു സാധനം ഇല്ല. ഒരു ബസ്സിൽ ഇരുന്ന് എന്തെങ്കിലും സാധനം എടുത്ത് ഇങ്ങനെ അവയവം കാണിക്കുക, അല്ല ഒരാളെ അനുവാദം ഇല്ലാതെ തൊടുക, മുട്ടുക എന്ന് പറയുന്നത് സൈക്കാട്രിക് ഡിസോർഡർ ആണ്. അപ്പൊ ഈ സൈക്കാട്രിക് ഡിസോർഡർ എന്നുള്ള രീതിയിൽ ഇന്നേ വരെ ഇവിടെ ചർച്ച നടന്നിട്ടില്ല. ഈ ഇത്രയും മീഡിയ ഇതിനകത്ത് ഇടപെടുമ്പോഴും പോലീസ് ചെയ്യുമ്പോഴും ഇതിനകത്തൊരു സൈക്കാട്രിക് ഡിസോർഡർ ഉള്ള ഒരാള് എന്ന് പറയുന്ന ഒരു പെർസ്പെക്റ്റീവിൽ ഈ സാധനം കാണുന്നില്ല. സൈക്കാട്രിക് ഡിസോർഡർ എന്ന് പറഞ്ഞ പെർസ്പെക്റ്റീവ് കണ്ടു കഴിഞ്ഞാൽ ചെയ്ത തെറ്റതാണ്. ആര് ചെയ്ത് തെറ്റ്? ഫോർ എക്സാമ്പിൾ ശ്രീജിത്ത് രവി കുട്ടികൾക്ക് നഗ്നതാ പ്രദർശനം നടത്തി. അതൊരു സൈക്കാട്രിക് പുള്ളിക്ക് ഡിസോർഡർ ഉണ്ടെന്ന് പ്രൂവൺ ആയി. ബട്ട് ഡസ് ദാറ്റ് മേക്ക് ഹിം ലൈക് നോട്ട് ഗിൽറ്റി? അവിടെ വ്യത്യാസം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മളപ്പോ അതാ ഞാൻ പറഞ്ഞത്, ട്രീറ്റ് ചെയ്യുന്ന രീതി, അതായത് നമ്മുടെ മീഡിയ ട്രീറ്റ് ചെയ്യുന്ന രീതി, പോലീസ് ട്രീറ്റ് ചെയ്യുന്ന രീതി, സൊസൈറ്റി ട്രീറ്റ് ചെയ്യുന്ന രീതി, അത് വളരെ ഇങ്ങനല്ല ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ലോകത്ത് എവിടെ വേണമെങ്കിലും നിങ്ങൾ എടുത്തു നോക്കിയോ, ഒരു പബ്ലിക് മാസ്റ്റുർബേഷൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു എക്സിബിഷനിസം അല്ലെങ്കിൽ ഇത്രയും ഒരു ഇൻസിഡന്റ് നടന്ന ഒരാളുടെ ഫേസോ അല്ലെങ്കിൽ ആ ഇൻസിഡന്റ് തന്നെ എടുത്തുകൊണ്ടൊന്നും ആരും
ഈ മീഡിയ വരത്തില്ല. ഒരാളെടുത്ത് ഇടാൻ പോലും ഞാൻ തപ്പിയിട്ടുണ്ട്, ഫുള്ള് ഞാൻ സെർച്ച് ചെയ്യുന്ന ഫോറിൻ ഡെവലപ്ഡ് കൺട്രീസിലോ മീഡിയക്ക് ഒരു കൺട്രോൾ ഉള്ള സ്ഥലത്ത് ഇത് നടക്കുന്നത്. ഇന്ത്യയിൽ ഇത് മുഴുവൻ വീഡിയോസും ഇന്ത്യ എന്നൊക്കെയാണ് വരുന്നത്. ഇന്ത്യ, ശ്രീലങ്ക, പാകിസ്ഥാനൊക്കെ നോക്കി ഇത്തിരി കച്ചറത്തരം കാണിക്കുന്നുണ്ട്. അത് പാടില്ലെന്ന് ഞാൻ അന്നവിടെ നിന്ന് പറഞ്ഞു. ഷിംജിത ചെയ്തത് ശരിയല്ലെന്ന് ഞാൻ ഒരു കാര്യം പറയുന്നത്, ഇത് പബ്ലിഷ് ചെയ്യാൻ പാടില്ലെന്നുള്ള ഞാൻ ഒരേ ഒരാളെ കേരളത്തിന്റെ അവിടെ ചെന്ന് ഇത് പറഞ്ഞിട്ടുള്ളൂ. ഒറ്റ മീഡിയയിൽ ഒരുത്തും ഞാനിത് പറയുന്നത് കണ്ടില്ല. എന്താന്ന് ചോദിച്ചാല് ഇയാൾക്കൊരു ഡിസോർഡർ ആണെന്ന് മനസ്സിലാക്കാൻ അതിന് വലിയ ബുദ്ധിയൊന്നും വേണ്ട. അത് എന്തുകൊണ്ടാന്ന് പറഞ്ഞുതരാം. നിന്നെ കൊണ്ട് പറ്റുമോ ഒരു ബസ്സേ കയറി ഇങ്ങനെ ഇരിക്കാൻ? എന്നെ കൊണ്ട് പറ്റത്തില്ല. സമ്മതിച്ചു, അതൊരു ഡിഫറെന്റ് ആണെങ്കിൽ ഈ പറഞ്ഞ തട്ടുകയും മുട്ടുകയും ചെയ്യുന്നവർ ഡിഫറെന്റ് ആണ്. അവർ സ്ഥിരമായത് ദീപക് ഇതിനു മുമ്പ് ചെയ്ത വല്ല കേസസോ ചെയ്തോണ്ടോ എന്നുള്ളത് അന്വേഷിക്കാതെ അറിയാൻ പറ്റില്ല. പക്ഷെ ചെയ്യാൻ സാധ്യത പോലീസ് അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഷിംജിതയുടെ കേസാണെങ്കിൽ ഇറ്റ്സ് ഓൾറെഡി പ്രൂവൺ ദാറ്റ് ഷീ ഈസ് ലൈക് ഒരു പാറ്റേൺ തന്നെ. പുള്ളിക്കാരത്തി പല ഓപ്ഷൻസ് പല ഓപ്ഷൻസ് പുള്ളിക്കാരത്തി ട്രൈ ചെയ്യുന്നുണ്ട് വൈറലാവാൻ വേണ്ടിട്ട്. വൈറലാവാനല്ല ട്രൈ ചെയ്യുന്നത്. അത് ഇതിനു മുമ്പ് ലൈക് ആ പുള്ളിക്കാരത്തിയുടെ ഇതിനു മുമ്പത്തെ ലൈക് ഈ ഒരു ഇൻസിഡന്റ് നടക്കുന്നതിന് മുമ്പത്തെ ഒരു ലാസ്റ്റ് ഒരു 20-25 വീഡിയോസ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ വീഡിയോ ഇടുന്ന ആളാണ്. ഇപ്പൊ ചെകുത്താനും വീഡിയോ ഇടുന്ന ആളാണ്. ചെകുത്താൻ ഇപ്പൊ ഒരു വീഡിയോക്ക് 12 ലൈക്ക് കിട്ടി, അടുത്ത വീഡിയോക്ക് 20 ലൈക്ക് കിട്ടി. ഇത് ഞാനും ചെയ്യുന്നുണ്ട്. ഇത് ഞാനും വീഡിയോ ചെയ്യുന്ന ആളാണ്. അല്ല, നമ്മൾ ചെയ്യുന്ന വീഡിയോസ് ഇപ്പൊ ചെകുത്താൻ എന്താ ചെയ്യുന്നത് പറയാം, ചെകുത്താൻ ആ റീച്ചിന് വേണ്ടിട്ടല്ല, ചെകുത്താൻ എന്തോ സംഭവം മൈൻഡിലുള്ളത് എക്സ്പ്രസ് ചെയ്യാണ്. ഓക്കെ, ഞാൻ പറഞ്ഞത് അപ്പോഴും ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ ഷിംജിതയ്ക്ക് റീച്ച് കിട്ടുന്നെന്ന് പറയുന്നത് ഈ ഒരു ഇഷ്യൂല്, അതിന്റെ ഉത്തരവാദി ഷിംജിത അല്ല. അപ്പോഴും അല്ല, ഷിംജിതയ്ക്ക് റീച്ച് കിട്ടുന്നതിന് ഷിംജിത അല്ല ഉത്തരവാദി. റീച്ച് ഉണ്ടാക്കുന്നത് ഇത് ചെയ്ത് ചക്കവെട്ടുന്ന റീച്ച് കിട്ടത്തില്ലെന്ന് എല്ലാവർക്കും അറിയാം. അല്ല, ഷിംജിത ട്രൈ ചെയ്യുന്നുണ്ട്. അതിന് മുമ്പത്തെ ഒരു 20 വീഡിയോസ് എടുത്തു കഴിഞ്ഞാലും പല കൊടുക്കുന്ന സൊസൈറ്റിയുടെ കാര്യം ഞാൻ നമ്മള് സിനിമയില് ഇഷ്യൂ പിടിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ട് അതിന് റീച്ച് ആവുന്നു, എന്തുകൊണ്ട് ആൾക്കാർ ഇങ്ങനെ ഞാൻ ചോദിക്കുന്നത് പ്രതികരണം കൊണ്ടാണ്. നമ്മുടെ സിനിമകളുണ്ടല്ലോ ഇപ്പൊ പ്രേമലു പോലത്തെ സിനിമകളുണ്ട്, ആക്ഷൻ മൂവീസ് ഉണ്ട്, എല്ലാത്തിനും ഒരു സർട്ടൻ പാറ്റേൺസ് ഉണ്ട്. ലൈക് സക്സസ്ഫുൾ ആയ പാറ്റേൺസ് ഫോളോ ചെയ്യുന്നു. ഇപ്പൊ കോളേജ് ലവ് സ്റ്റോറി പോലെയുള്ള അതേപോലെ തന്നെയാണ് ഷിംജിതയും ട്രൈ ചെയ്തിട്ടുള്ളത്. ഇതൊരു പാറ്റേൺ ആണ്, ഇതൊരു സക്സസ്ഫുള്ളി പ്രൂവൺ പാറ്റേൺ ആണ്, റീച്ച് കിട്ടുക എന്നുള്ള പാറ്റേൺ. ഇതേപോലെ സ്ത്രീകൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുവിധമുള്ള എല്ലാ പാറ്റേൺസും ഷിംജിത യൂസ് ചെയ്തിട്ടുണ്ട്. മൂവി റിവ്യൂസ് തൊട്ട് സോളോ ട്രാവൽ തൊട്ട്. അല്ല, ആണുങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞപ്പോ ആണുങ്ങൾക്ക് ചിലപ്പോ റീച്ച് കിട്ടാൻ ജീവിച്ച് കാണിക്കണം, പെണ്ണുങ്ങൾക്ക് റീച്ച് കിട്ടാൻ കാണിച്ച് ജീവിക്കണം, അത് വേറെ കാര്യം. എനിക്ക് വേണേൽ ഇതേപോലത്തെ ഇഷ്യൂ കണ്ടോണ്ട് വേണം റീച്ച് ആക്കാം. അല്ല, റീച്ച് ആക്കാം, പക്ഷെ ഇപ്പൊ ഞാൻ തമ്മിൽ എല്ലാ വീഡിയോസിനകത്തും പലരും അങ്ങനെയല്ല. ആമ്പിള്ളേര് ചില കാര്യങ്ങൾ പറയുമ്പോൾ കിട്ടുന്ന റീച്ചിനേക്കാളും അതേ ഒരു പെൺകുട്ടി പറയുമ്പോൾ കിട്ടുന്ന റീച്ച് വ്യത്യാസം ഉണ്ടാവും. ഇപ്പൊ തമ്മിൽ ഞാൻ പറഞ്ഞ കാര്യം തന്നെ ശ്യാമചേച്ചി പറയുമ്പോൾ ശ്യാമചേച്ചിക്ക് കിട്ടിയ റെസ്പോൺസും എനിക്ക് കിട്ടിയ റെസ്പോൺസും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴും ഇപ്പൊ ഒരു സ്ത്രീ വന്നിട്ട് ഇങ്ങനത്തെ ഒരു സെക്ഷൽ ഇഷ്യൂസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവിടെ എപ്പോഴും വരുന്ന ഒരു തോട്ട് എന്ന് പറയുന്നത് അവള് വിക്റ്റിമാണ്, അവൾക്ക് സപ്പോർട്ട്. അതിനൊക്കെ റീച്ചുള്ള സാധനം പറയട്ടെ. ആമ്പിളേര് ചെയ്യുമ്പോ വരുന്ന ഞാൻ പറയാം. ഇപ്പൊ എന്നെ ബസ്സിൽ ഇരുന്നൊരു പെണ്ണ് പിടിക്കുന്ന വീഡിയോ എനിക്ക് കിട്ടിയാൽ അത് ഇതിനൊക്കെ റീച്ച് ആകത്തില്ലേ? റീച്ച് ആവും, പക്ഷെ വേറൊരു വിഷയമുണ്ട്. ഇപ്പൊ ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ. ഡൗട്ട് ഒന്നും ഇല്ല, ക്ലിയർ അല്ല. ഇപ്പൊ ദീപകിന്റെ കേസ് എടുത്തോ. ഇപ്പൊ ചെകുത്താൻ പറയുന്നു ബാഗ് ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ. ഇപ്പൊ ചെകുത്താൻ ഇങ്ങനെ ഒരു ബസ്സിൽ ട്രാവൽ ചെയ്യുമ്പോൾ ഒരു സ്ത്രീ ഇങ്ങനെ ബാഗും പിടിച്ച് നിൽക്കുകയാണ്. ചെകുത്താന്റെ അതായത് ഇങ്ങനെ ഒന്ന് തട്ടിയാൽ തനിക്ക് തട്ടിയപ്പോ കൊണ്ടപ്പോ എന്തോ തോന്നിയോ? ഗുട്ടച്ചും ബാറ്റച്ചും അല്ല, തനിക്ക് ഒരു റിഫ്ലക്സ് ഉണ്ടോ? ഒരു റിഫ്ലക്സ് ആക്ഷൻ എന്ന് പറഞ്ഞ സാധനമുണ്ട് നമ്മുടെ ബോഡിക്ക്. ഒരു തോന്നലുണ്ടാവുമല്ലോ. നമ്മളിപ്പോ അറിയാതെ ഞാൻ തന്റെ മുന്നിൽ ഇരിക്കുക ബസ്സിൽ, ഞാൻ എന്റെ കൈ ഇങ്ങനെ ബാഗ് അറിയാതെ പൊക്കി കറക്റ്റ് ആയിട്ട് അത് തട്ടുന്നത് ഒരു പെണ്ണിന്റെ ദേഹത്താണോ? ഈ മുട്ട തെച്ച് കൂടി സെൻസിറ്റീവ് ഉള്ള ഒരു ഏരിയ ആയിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ കൊണ്ട് ടച്ച് ചെയ്ത് അത്ര വരത്തില്ല. ഇത് ടച്ച് ചെയ്തെന്ന് പറഞ്ഞാൽ നോർമൽ റെസ്പോൺസ് ഒരു ആണോ പെണ്ണോ വ്യത്യാസം വേണ്ട. താൻ തന്നെ ഒരു പെണ്ണിന്റെ നെഞ്ചത്തോട്ടിൽ നട്ടി താൻ ഒന്ന് നോക്കിയിട്ട് സോറി പറയും. അല്ലെങ്കിൽ അല്ല, പറയുന്നതല്ല, റിഫ്ലക്സ് ഇല്ല. അയാൾക്ക് ഒരു റിഫ്ലക്സ് ഇല്ല. അയാൾ നോക്കുന്ന എപ്പോഴാണ് ഞാൻ കാണിച്ചു തരാൻ വേണേ കൃത്യമായിട്ട് നിങ്ങൾ വീഡിയോ. ഞാൻ അതാ ചോദിക്കുന്നത് ചെകുത്താന്. അതാ ഞാൻ പറഞ്ഞത്. അങ്ങനെ അയാൾ അറിഞ്ഞുകൊണ്ട് തട്ടുമ്പോ അയാൾ എന്താ ചെയ്യുന്നത്? അയാൾ അറിയാത്ത പോലെ നിന്ന് പോവാ. മാത്രമല്ല, ഈ ബസ്സിലെ വീഡിയോ കണ്ടാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ഈ ബസ്സില് ഞാൻ ഇങ്ങനെ ചുമ്മാ ചെറുതായിട്ടും തട്ടിയല്ലോ, മനസ്സിലായില്ലേ? അതെന്തുകൊണ്ടാണെന്നറിയാം ചിരി വരുന്നത്. അല്ല, അതിന്റെ പാറ്റേൺ ഞാൻ പറഞ്ഞുതരാം.
ഇപ്പൊ അത് സവാദിന്റെ കേസിൽ തന്നെ നമുക്ക് തുടങ്ങാം. അല്ല, ഒരു സ്റ്റിംഗ് ഓപ്പറേഷൻ നടത്തിയേക്കുന്നത് ആ ചിരിയുടെ കാര്യം തൊട്ട് ഇപ്പൊ സവാദിന്റെ കേസിൽ സഡൻ ആയിട്ട് നടന്നൊരു ഇഷ്യൂ ആണെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. എന്നിട്ട് മസ്താനി അത് വീഡിയോ എടുത്തു, സവാദിനെ എക്സ്പോസ് ചെയ്തു, അത് വൈറലായി വന്നിരുന്നിട്ട് ചാനൽ ചർച്ചകൾ വന്നിരുന്നു. നന്ദിത ഭയങ്കര ബ്രേവ് ആണ്, അങ്ങനെ പിന്നെ അതിനെ പൊളിറ്റിസൈസ് ചെയ്ത് കണ്ടക്ടറെ രാഷ്ട്രീയ യൂസ് ചെയ്തിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നു. പക്ഷെ ഈ ഒരു ഫെയിം മസ്താനി യൂസ് ചെയ്തത് എന്തിനാണ്? റീച്ചായി. ഓക്കെ, ഇപ്പൊ പലരും പല കാരണങ്ങളും കൊണ്ട് റീച്ച് ആവുന്നുണ്ട്. അവരത് തന്റെ ഈ ഓൺലി ഫാൻസിന്റെ മറ്റേ കുന്നംകുളം വേർഷൻ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇന്ത്യയിലുണ്ട്. ഫാൻസ് ഓൺലി ഇങ്ങനെയുള്ള കുറെ പേജുകൾ. ഇങ്ങനത്തെ പേജുകൾ ഇപ്പൊ ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രിപ്ഷനിൽ നടക്കുന്ന സാധനങ്ങൾ ഒരു 2 വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഇങ്ങനത്തെ സെറ്റപ്പ് ആയിരുന്നു. ലൈക്ക് ഇൻസ്റ്റാഗ്രാം ഡയറക്റ്റ് ആയിട്ട് സബ്സ്ക്രിപ്ഷൻ ഉണ്ടായിരുന്നില്ല, പകരം ഈ ഫാൻസ് പേജുകൾ, ഫാൻസ് ഓൺലി പേജുകൾ എന്നൊക്കെ, ബേസിക്കലി ഓൺലി ഫാൻസിന്റെ കുന്നംകുളം വേർഷൻ. അങ്ങനത്തെ പേജിലോട്ട് ആളെ വിളിച്ച് ലൈക്ക് എക്സ്ക്ലൂസീവ് കണ്ടന്റ് കാണാൻ എന്നും പറഞ്ഞ് ഇത്ര രൂപ 5000 തന്നു കഴിഞ്ഞാൽ എന്റെ കൂടെ 10 മിനിറ്റ് വീഡിയോ കോൾ സംസാരിക്കാം. ഈ 5000 കൊടുത്ത ഒരാൾ 10 മിനിറ്റ് വീഡിയോ കോൾ സംസാരിക്കാൻ പോണെന്തിനാ? എന്തിനാ സംസാരിക്കാൻ പോലേക്ക്? അവരോട് ഈ സവാദിന്റെ കേസ് ചോദിക്കാൻ പോകുന്നു എനിക്ക് തോന്നുന്നില്ല. ലൈക്ക് അങ്ങനെ ഇനിയിപ്പോ എന്ത് തന്നെ ആയിക്കോട്ടെ, ആ 5000 തന്ന് തന്നോട് ഒരാള് സംസാരിക്കാൻ വരുന്നുണ്ടെങ്കിൽ അവന്റെ ഇന്റൻഷൻ എന്തായിരിക്കും? എന്താണ് ഈ കേസിനെ പറ്റി സംസാരിക്കാനായിരിക്കും? എന്തായാലും മാതാ അമൃതാന്റെ മൈൻഡ് അടുത്ത് പോലെ പോയിട്ട് ലൈഫിനെ കുറിച്ച് ചോദിക്കാനൊന്നും ആയിരിക്കത്തില്ല. ഈ വ്യക്തിയെ കുറിച്ച് എന്തെങ്കിലും പേഴ്സണൽ ആയിട്ട് അറിയാൻ തന്നെ ആയിരിക്കും ഈ 5000 പൈസ ഒരാളെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പൊ അത് മേടിച്ചിട്ട് ഇങ്ങനെ ഒരു കാര്യത്തിന് യൂസ് ചെയ്യുകയാണെങ്കിൽ, ലൈക്ക് ഇങ്ങനെ ഒരു കാര്യത്തിൽ വെച്ച് ഫെയിം ഉണ്ടാക്കിയിട്ട് റവന്യൂ, ലൈക്ക് വാട്ട് എവർ ഇറ്റ് ഈസ്, റവന്യൂ ഉണ്ടാക്കാനുള്ള ഒരു ഓപ്ഷനാണ് പുള്ളിക്കാരത്തോടെ നോക്കിയത്. ഷിംജിത ആ സ്മൈലി വന്നത് എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഷിംജിത വാസ് വെയിറ്റിംഗ് ഫോർ സംതിങ് ലൈക്ക് ദിസ് ഫോർ എ ലോങ് ടൈം. ഇപ്പൊ ചെകുത്താൻ പറയുന്നത് അത് സ്റ്റിംഗ് ഓപ്പറേഷൻ ആണ്. ഇനി സ്റ്റിംഗ് ഓപ്പറേഷൻ ആണെങ്കിൽ തന്നെ വെച്ചോ, അവിടെ പ്രശ്നമുണ്ട്. എടുത്ത് താൻ പറയുന്ന ഇന്റൻഷനൽ ആയിട്ട് ഒരാള് ബസ്സിൽ കയറി വന്ന് ചെയ്യുന്ന പോലെ അല്ല ഇത്. മനസ്സിലാവുന്നുണ്ടോ? ഒരാൾ ബസ്സിൽ നിൽക്കുന്ന സിറ്റുവേഷനിലാണ് ഈ സാധനം അയാൾ ആലോചിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ ഒരു സാധനം കാണുന്നു, ഇത് റീച്ചിന് വേണ്ടി മാത്രം ഉണ്ടാക്കണമെന്നില്ല. അയാളുടെ ഇന്റൻഷൻ നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. ഒന്നാമത്തെ കാര്യം, നമുക്ക് അത് അടിച്ചേൽപ്പിക്കാൻ പറ്റത്തില്ല. ഷിംജിത റീച്ച് ആകത്തില്ല വീഡിയോ. ആ വീഡിയോ റീച്ച് ആവുന്ന വീഡിയോ അല്ല. അയാൾ മരിക്കുന്നത് കഴിഞ്ഞിട്ടാണ് ഈ സാധനത്തിന്റെ ഈ വീഡിയോ വന്ന് 1 മണിക്കൂറിനകം ഈ വീഡിയോ എനിക്ക് ഫോർവേഡ് അന്ന് രാത്രി തന്നെ വീഡിയോ 1 മില്യൺ കഴിഞ്ഞു. അത് ഈ സവാദ് ഇഷ്യൂ പോലൊന്നും ആയിട്ടില്ല. സവാദ് ഇഷ്യൂന്റെ കേസ് സവാദ് ഓടിപ്പോയ സീനുണ്ട്, പോലീസ് കേസ് വരുന്നുണ്ട്, അതിന്റെ പുറകെ ഇതിനകത്ത് അതൊന്നും നടന്നില്ല. പെങ്കുച്ചിനെ മാത്രം ഇട്ടുവിട്ടു. അതിന് മുന്നേ വന്നൊരു പെണ്ണ് ഇതുപോലെ തന്നെ വൈറലാകാൻ ശ്രമിച്ചെന്നാ പറയുന്നത്. ആ കൊച്ചു തെറ്റ് കാണിച്ചതിന്റെ ബാക്കിയായിട്ടാ ഷിംജിത. ഞാൻ പറഞ്ഞുതരാം. ആദ്യം വൈറലായ മസ്താനി വിട്ടേക്കാം, അത് കഴിഞ്ഞ് പിന്നെ അബ്ഷാ കെ റജി, പിന്നെയാണ് ഷിംജിത. എടോ ഞാൻ പറയുന്നേക്ക്, തനിക്ക് ഒരിക്കലും ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ ബസ്സേ കയറി ഇങ്ങനെ നടക്കാൻ പറ്റത്തില്ല. ഷിംജിത അങ്ങനെ സ്ഥിരമായിട്ട് ബസ്സേ കയറി കണ്ടന്റ് നോക്കി നടക്കുമല്ലാന്ന്. അല്ല പല പാറ്റേൺസ് യൂസ് ചെയ്തു. ലാസ്റ്റ് റിസോർട്ട് ആയിട്ടുള്ള അങ്ങനെ അതിനുവേണ്ടി ഇന്റൻഷനലി വരാൻ പറ്റത്തില്ല ഒരാൾക്ക്. അയാൾ എത്ര ബസ്സേ കയറും അങ്ങനെയാണെങ്കിൽ അവള് വല്ലപ്പോഴും ഒരിക്കലും ഒരു ബസ്സേ കയറി. എന്തുകൊണ്ടാണ് സ്റ്റിംഗ് ഓപ്പറേഷൻ വരുന്നത് ഞാൻ പറഞ്ഞുതരാം. ഈ സാധനം കണ്ടിട്ട് അവൾ ആദ്യം വീഡിയോ എടുത്തു, നോക്കിയപ്പോ കിട്ടുന്നില്ല. അയാളുടെ ഈ സാധനം കണ്ടിട്ട് മനസ്സിലാകുന്നില്ല. ഇയാൾ തൊട്ട് മുന്നിൽ വരിക. അപ്പൊ അവക്കൊരു ഡൗട്ട് ഉണ്ട് ഇയാൾ ഇവളെ ഇടിക്കുവന്ന്. അപ്പൊ അവള് ക്യാമറ ഓണാക്കി വെച്ചിട്ട് അനങ്ങാതെ നിൽക്കുന്ന ഈ പെണ്ണ്. അനങ്ങാതെ നിന്നപ്പോ ഇറങ്ങി പോകേണ്ട ആള് ശരിക്കും ഡോറിന് അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ അയാൾ ഡോറിന്റെ അങ്ങോട്ടേ പോകാവൂ. പക്ഷെ അയാള് അവിടെ നിന്നുകൊണ്ട് ആദ്യം അയാൾ ഇങ്ങനെ നോക്കും. ഇയാൾ കറക്റ്റായിട്ട് ആ ലക്ഷ്യം കണ്ടിട്ട് പുള്ളി ബാഗ് പൊക്കിയിട്ട് ഷിംജിത ഇത് കറക്റ്റായിട്ട് തട്ടിയിട്ട് പോയപ്പോ ഷിംജിയുടെ മുഖത്ത് ചിരി വന്നാ. ഞാനൊരു എഡിറ്ററാണ്. ആ വീഡിയോ ഷിംജിത സ്ലോ മോഷൻ ചെയ്തിരിക്കുന്നത് 1/24 ആണ്. എത്ര ഇട്ടാലും ഞാൻ അതിനകത്ത് ഒരു സ്പീഡും ഇല്ലാതെ കണ്ടാലും എനിക്ക് മനസ്സിലാവും. 1/24 ചെയ്തിരിക്കുന്നത്. അതിനെ നിങ്ങൾ ആ ഒരു 24 സ്പീഡ് കൂട്ടിക്കഴിഞ്ഞാൽ നോട്ട് ഈവൻ എ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിലുള്ള ടച്ച് പോലും അതില്ല. ആര് പറഞ്ഞു? നല്ല ടച്ച് ഉണ്ട്. ഇല്ല, ലിറ്ററലി റൈറ്റ് നൗ ഞാൻ വേണമെങ്കിൽ സ്പീഡ് ഞാൻ ഇത് കാണിച്ചു തരാം. ഒറിജിനൽ വീഡിയോ തന്നെ. പോലീസിനുള്ള കോപ്പി നിങ്ങളുടെ കിട്ടില്ല. ഷിംജിത പോസ്റ്റർ സാധനമല്ലേ? അല്ല, ഒറിജിനൽ പോലീസിന്റെ കിട്ടിയ 6 വീഡിയോ. പോലീസിന്റെ കിട്ടിയ 6 വീഡിയോ എന്റെ ഉണ്ട്.
അത് ലീക്ക് ആവുകയാണെങ്കിൽ നമ്മുടെ കേരള പോലീസിന്റെ ഞാൻ കാണിച്ചു തരാം. ഷിംജിതയുടെ എനിക്ക് വീഡിയോ കിട്ടിയത് ആദ്യം. ഷിംജിതയുടെ ബ്രദർ അല്ല ഷിംജിതയുടെ ഫോൺ കോൺഫിസ്കേറ്റ് പോലീസുകാരുടെ കയ്യിലാണ്. പുതിയ ഫോൺ മേടിച്ചതിന്റെ പോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഷിംജിതയുടെ ബ്രദറിന്റെ ഈ വീഡിയോ ഉണ്ട്, ഒറിജിനൽ വീഡിയോ ഞാൻ കാണിച്ചു തരാം തന്നെ. ഒറിജിനൽ വീഡിയോക്കകത്തും അങ്ങനെയാണെങ്കിൽ ഷിംജിതയുടെ ബ്രദറിന്റെ ഫോണും മേടിച്ച് വെക്കില്ലേ? എവിഡൻസ് ആക്ട് പ്രകാരം എവിഡൻസ് ഒന്നും വേണ്ട. എവിഡൻസ് ആക്ട് പ്രകാരം ഏതൊക്കെ ഫോണിലത് അങ്ങനെ ഉണ്ട്. ഈ ഫോൺ എല്ലാം മേടിച്ചു വെക്കണമല്ലോ പോലീസ്. അല്ല, ഇവള് കണ്ടന്റ് ഷെയർ ചെയ്തതും കണ്ടന്റ് അല്ലാതെ ആക്ച്വൽ ഫയലും ഷെയർ ചെയ്തത് അതിന് ആ പ്രൈമറി എവിഡൻസ് മതി. അങ്ങനെയാണെങ്കിൽ ദിലീപിന്റെ കേസിൽ ദിലീപിന്റെ ബ്രദറിന്റെ ഫോണിൽ കിടക്കുന്ന അത് വേറെ കേസ്. അത് വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കേസ് അല്ല. വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട കേസാണ്. അല്ലല്ല, ആ വീഡിയോയില് ഡയലോഗ്സും എഴുതിയത് ഉണ്ടെന്ന് പറയുന്നത്. ഇപ്പൊ എന്റെ കേസിൽ ഇപ്പൊ എന്റെ ട്രൈപോഡ് എടുത്തോണ്ട് പോയത് എന്തിനാന്ന് ചോദിക്കുന്ന പ്രശ്നമുള്ള അതിന് പ്രൈമറി എവിഡൻസ് അവിടെ ഉണ്ട്. അയാള് ബ്രദറിന് ഷെയർ ചെയ്തിട്ടുണ്ട്, കസിന് ഷെയർ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ അപ്പുറത്തെ നെയ്ബറിന് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം പോലീസ് പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സാധനം എനിക്ക് ഷിംജിയുടെ ബ്രദറിനെ കിട്ടിയത്. പോലീസിന്റെ അടുത്തിരിക്കുന്ന അതേ വീഡിയോ തന്നെയാണ്. അതേ വീഡിയോ അല്ല, പിന്നെ ഇതിന്റെ 3 വീഡിയോ എടുക്കാൻ പറ്റുമോ? എന്ത് മണ്ടത്രേ ചോദിക്കുന്നത്? ആ എവിഡൻസ് അവിടെ പോലീസിന്റെ ഉണ്ടോ? അങ്ങനത്തെ ഒരു എവിഡൻസ് നാട്ടിലെ ആൾക്കാർക്ക് പബ്ലിസിറ്റി ആക്കാൻ പറ്റുമോ? പിന്നില്ലാതെ അതിനെ പബ്ലിസിറ്റി ആക്കുന്ന എപ്പോഴാ? അത് ക്വസ്റ്റ്യനബിൾ ആണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എടോ ആ വീഡിയോ തന്നെയാ വന്നത്. വീഡിയോ ഒറിജിനൽ വീഡിയോ എന്നാണ് പറഞ്ഞത്. ആര് പറഞ്ഞു? ഷിംജിത പോസ്റ്റ് ചെയ്ത വീഡിയോ എന്ന് പറയുന്നത് ഡ്യൂപ്ലിക്കേറ്റ് വീഡിയോ ആണോ? അല്ല, ആ വീഡിയോനെ എഡിറ്റ് ചെയ്ത് സ്ലോ മോഷൻ എഡിറ്റ് ചെയ്തു. ഷിംജിത എഡിറ്റ് ചെയ്താണോ? എഡിറ്റ് ചെയ്ത് ഒറിജിനൽ വീഡിയോ കണ്ടാൽ എന്താ തോന്നുന്ന ഞാൻ പറഞ്ഞത്. ഒറിജിനൽ ലൈക് ഞാനിപ്പോ ആ വീഡിയോ ഷിംജിത എഡിറ്റ് ചെയ്ത വീഡിയോക്കകത്ത് സ്ലോ മോഷൻ ആക്കിയാണോ പ്രശ്നം? പിന്നെ ഇപ്പൊ അല്ല, ഞാനും ഈ കൊച്ചും കൂടി നടക്കുകയാണ്, ലൈക് ഒരു മാളില് നടക്കുകയാണ്. ഇപ്പൊ കൈ ഇങ്ങനെ ഈ ഭാഗം ബ്രഷ് ചെയ്തു വെക്കും. ഇതിനകത്ത് ഈ സീനിലാണ് പ്രശ്നം. നോക്കിക്കോണം, ഇത് കണ്ടോ? ഈ വീഡിയോ ആണ്. ഇതാണ് അവൾ എഡിറ്റ് ചെയ്തിട്ടൊന്നും ഇല്ല. ഇത് കാണണം, ഇത് കാണണം, എഡിറ്റ് ചെയ്തിട്ടേ ഇല്ല. ഇതുണ്ട്, ഒരു എഡിറ്റും ഇല്ല, ഒന്നുമില്ല. കണ്ടോ? ഇതും സ്ലോ മോഷൻ ആണ്. അല്ലല്ല, ഇതും ലിറ്ററലി 1/6 സ്ലോ മോഷൻ ആണെങ്കിൽ ആയിക്കോട്ടെ. ഇതിലും സ്ലോ മോഷൻ ആക്കി, ഇതും സ്ലോ മോഷൻ. ഇത് ഫാസ്റ്റ് ആക്കി നോക്ക് നിങ്ങൾ. ഫാസ്റ്റ് ആക്കി ഇതാണ് വീഡിയോ. അല്ല, ഇത് ഫാസ്റ്റ് ആക്കി കഴിഞ്ഞാൽ ഇത് കണ്ടോണേ. ഇതിനകത്ത് ഈ ആള് നിക്കുന്ന കണ്ടോണോ? ഇപ്പൊ എവിടാ? ഇത് എവിടാ നിക്കുന്നേ? ഒന്ന് പറഞ്ഞേ. ഈ വീഡിയോ ഞാൻ അയച്ചു തരാം. നിങ്ങൾ സൂപ്പർ ആയിട്ട് എഡിറ്റ് ചെയ്തോ, എത്ര വേണം എഡിറ്റ് ചെയ്തോ. ഇത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാന്ന്. അതായത് വേണം നിന്ന് കാണിക്കാനാലും വരാൻ ഞാൻ കാണിച്ചു തരാം. അതായത് ബസ്സേല് ഈ ബസ് നിങ്ങൾ നോക്കുക, ഇത് ഡോറ്. ഇത്രയും ആൾക്കാർ അങ്ങോട്ട് ഇറങ്ങുന്നു. ഇയാൾ എങ്ങോട്ടാ പോണ്ടേ? മുന്നോട്ട് പോണം. അല്ലാതെ അതിനിടയില് ഇതിന് ഒരു സീൻ കണ്ടോണം. ഇത് കണ്ടോണം, നോക്കുന്നുണ്ടോ? ഇപ്പൊ ഇയാൾ അല്ലല്ല അങ്ങനല്ല നട്ടുന്നതിന് മുമ്പാ നോക്കുന്നത്. ഇത് കണ്ടോ? അയാൾ അവിടെ നിക്കുവാണ്. ഇത് കഴിഞ്ഞിട്ട് ഇത് കണ്ടോ? അയാള് നോക്കിക്കഴിഞ്ഞ ആള് ചെയ്യുന്നുണ്ടോ? നോക്കുന്നില്ലല്ലോ. നോക്കി എവിടെ ഇത് കണ്ടോണേ, കാണിച്ചു തരാം അതൊക്കെ. ഇത് കണ്ടോണം, ഇയാൾ അവിടെ നിന്നു, മുന്നോട്ട് പോകേണ്ട ആളാണ്. അയാള് മുന്നോട്ട് പോകുന്നില്ല. ഷിംജിത അവിടെ അങ്ങനെ തന്നെ നിൽക്കുക. ഷിംജിതയാണ് ആക്ച്വലി തിരിയുന്നത്. ഇത് കണ്ടോണം, ഇത് കണ്ടോ? ഷിംജിത അനങ്ങുന്നില്ല. ഷിംജിത അനങ്ങുന്നുണ്ടോ? കുറച്ച് തിരിയുന്നു. ഇയാൾ എന്തിനാ ഇങ്ങോട്ട് നോക്കുന്നേ? ഇയാൾ എന്തോ നോക്കി? അയാൾ താഴോട്ട് എന്ത് നോക്കുന്നു? അല്ലല്ല, ഇപ്പൊ ഞാൻ അറിയാച്ചിട്ട് ഇതാണ്ട് ഞാൻ ഇവിടെ നിക്കുക. ഞാൻ ഇവിടെ ഇങ്ങനെ നിക്കുക, അനങ്ങാ നിക്കുക എന്നാണല്ലോ മനസ്സിലാകുന്നത്. ഞാൻ മുന്നോട്ടാണല്ലോ ഇറങ്ങണ്ടേ. ഞാൻ എന്തിനാ ഇങ്ങനെ നോക്കുന്നത്? ശരി, ഞാൻ ഇപ്പൊ പെൺകുട്ടികളെ കാണിച്ചെന്നല്ലേ പ്രശ്നമുള്ളൂ. അല്ല, ഞാൻ എങ്ങനെ നിൽക്കുന്നു? അല്ലല്ല, ഞാൻ ഇവിടെ നിന്നിട്ട് ബസ് ട്രാവൽ ചെയ്യുമ്പോ ഉള്ള ജെർക്കില് ബസ് സ്റ്റോപ്പിൽ എത്തുന്നുള്ളൂ. ശരി, ഈ നിർത്തി തന്നെ വെച്ചു. നിർത്തി. ഇപ്പൊ ആ വീഡിയോ ഞാൻ ഇങ്ങനെ നിൽക്കുന്നു. ഞാന് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ആ വീഡിയോയില് ഷിംജിതയുടെ ക്യാമറ മൂവ് ആവുന്നത് കാണിക്കുന്നുണ്ട്. ആളും ഇപ്പൊ ക്യാമറ മൂവ് ആവുമ്പോ ആംഗിൾ ആ വീഡിയോ പ്ലേ ചെയ്യ്. ഇവിടെ ഇത് കണ്ടോ?
ഇവിടെ ആരാ മൂവ് ചെയ്യുന്നത് നോക്ക്. ഇതിനകത്ത് ആരാ ബാക്കിലുള്ള ആൾക്കാർ മൂവ് ചെയ്യുന്നത്, ബാക്കിലുള്ള ആൾക്കാർ മൂവ് ആവുന്നുണ്ട്. ഈ ഫ്രെയിം ഈ തിരിക്കുമ്പോ നോക്ക്, ഈ ബാക്കിലുള്ള ആൾക്കാർ വയസ്സായ വ്യക്തി അല്ല അവര് മൂവ് ആവുന്നുണ്ടെങ്കിൽ ഇപ്പൊ അവരനങ്ങാതെ നിൽക്കുമ്പോ ഈ ക്യാമറ മൂവ്മെന്റിൽ ഇവരും ഈ ഒരു വ്യത്യാസം നോക്കി. ഒരിക്കലും അല്ല കാണാത്തതാണോ നോക്ക്. ഇപ്പൊ ഇതാണ് ഈ വ്യക്തിയുടെ തലയുടെ മൂവ്മെന്റ്, തലന്റെ പോയിന്റ്. അയാൾ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ഷിംജിതയാണ് ഈ ക്യാമറ മൂവ് ചെയ്യുന്നത്. ക്യാമറ മൂവ് ചെയ്യുന്നത് ലിറ്ററലി ഈ വ്യക്തി ഇപ്പൊ ഈ പോയിന്റിലാണ്, ഈ ഹാഫിലാണ്. ഈ ഷിംജിത ക്യാമറ മൂവ് ചെയ്തിട്ട് ഈ വ്യക്തിയുടെ ഹാഫ് ഇവിടെ എത്തി. വിച്ച് മീൻസ് ഷിംജ ഇസ് ദ വൺ ടേണിംഗ് ചെയ്യുന്നത്. ഷിംജിതയാണ് ലിറ്ററലി പുള്ളിയുടെ കൈ കൊണ്ട് ബ്രഷ് ചെയ്യുന്നത്. ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഫ്രെയിം ബൈ ഫ്രെയിം ഈ വ്യക്തി അനങ്ങാതെ നിൽക്കുവാണ്, ബാക്കിലുള്ള വ്യക്തി. ലിറ്ററലി ആ വ്യക്തി നിൽക്കുന്ന ആ വ്യക്തിയുടെ വെച്ചിട്ട് ഇങ്ങനെ ഷിംജിനെയാണ് ഫ്രെയിം മൂവ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ നിന്നിട്ട് ഇവിടെ ഒരാൾ വെറുതെ നിൽക്കുവാണ്, ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് ആ വ്യക്തിയുടെ കൈ തട്ടാൻ വേണ്ടി ഞാൻ ഇങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ കൈന്റെ കൂടെ ക്യാമറയും മൂവ് ആവുന്നുണ്ട്. അപ്പൊ ബ്രഷ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഞാനാണ്. അതാണ് ലിറ്ററലി സംഭവിച്ചിരിക്കുന്നത്. കഴിഞ്ഞല്ലോ. ഇനി ഇതൊന്ന് ശ്രദ്ധിച്ചോണം, ഇനി നോക്കിക്കോണം, ഇനി ഇത് കണ്ടോണം. ഇതിനകത്ത് ഷിംജിത് നിൽക്കുന്നതാണോ? ഷിംജിത് ഇവിടെ നിൽക്കുവാണല്ലോ, അനങ്ങാ നിൽക്കുവാണ്. ക്യാമറ മൂവ് ചെയ്തോ ഇല്ലോ അത് രണ്ടാമത്തെ കേസാ. ക്യാമറ ഇടത്തെ കയ്യിലിരിക്കുന്ന ക്യാമറയാണ്. ഇപ്പൊ താൻ ഇവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരാള് ഇവിടെ നിൽക്കുകയാണ്, ക്യാമറ കയ്യിലുണ്ട്. ബസ്സിലുള്ളവര് പുറത്തോട്ട് ഇറങ്ങുകയാണ്, ബസ് നിർത്തിയിട്ടേക്കുവാണ്, അനക്കമില്ല ഒന്നുമില്ല. ആ സമയത്ത് ഷിംജിതെ മൂവ് ചെയ്യത്തില്ല, ദീപക്ക് മൂവ് ചെയ്യത്തില്ല. ചെറുക്കില്ലെങ്കിൽ ദീപക്കിന് മൂവ് ചെയ്യാനുള്ള ഒരേ ഒരു വഴി എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലോട്ട് മാത്രമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഫ്രണ്ടിലോട്ടാണ് പോകേണ്ടത്. പോകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഫ്രണ്ടിലോട്ട് തന്നെയാ പോകുന്നത്. പുള്ളി പുറകിലോട്ട് സ്റ്റെപ്പ് ഒന്നും എടുത്തിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഇത് നോക്കിക്കോണം. ഇത് കഴിഞ്ഞിട്ട് ഇത് നോക്ക്. ഇവിടെ മൂവ് ചെയ്യുന്നത് ആരാന്ന് നോക്കി, അതിന്റെ ഇയാള് മൂവ് ചെയ്യുന്ന ഒന്ന് ശ്രദ്ധിച്ചോണം. ഇത് കണ്ടോണം. അയാൾ നോക്കുന്ന എന്തിനാണെന്നറിയോ? പുറകെ നിൽക്കുന്ന കറക്റ്റ് ആയിട്ട് എയിം ചെയ്തേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പുള്ളി ബാഗ് പൊക്കുന്ന സീൻ കാണിക്കും. എന്നിട്ട് കൈ വരുന്നുണ്ടോ? കൈ ഇപ്പൊ എവിടെ? കൈ വരുന്നുണ്ടോ? നോക്ക്, കൈ നോക്ക് എവിടാന്ന്. ഇതുണ്ട്, ഇത് കണ്ടോ? ഈ സീൻ എന്താ? ഇതിനകത്ത് ആരാ മൂവ് ചെയ്യുന്നേ? ഇതിനകത്ത് ബാക്കിയുള്ളവർ പുറത്തോട്ട് മൂവ് ചെയ്യുന്നു, ഒരാൾ മാത്രം എങ്ങോട്ട്? ഇത് തിരിച്ചു നോക്ക്. എടാ അവൾ അവിടെ നിന്നോട്ടെ, സമ്മതിച്ചു. ആളിവിടെ ഈ കമ്പി കണ്ടോ? ബസ്സിന്റെ കമ്പി മനുഷ്യന്മാര് മൂവ് ചെയ്യുന്നുണ്ട്. എടാ മനുഷ്യന്മാരൊക്കെ മൂവ് ചെയ്യുന്നുണ്ട്. ബസ്സിന്റെ കമ്പി ആൾക്കാർ മൂവ് ചെയ്യുന്നുണ്ട്. ചേട്ടാൻ ഇങ്ങനെ കൈവെക്കും ചേട്ടാനെ. ഞാനിപ്പോ ഒരു വീഡിയോ എടുത്തു. ലിറ്ററലി ഞാൻ ഇപ്പൊ ചേട്ടാന്റെ കൈ അല്ല, ഞാൻ എന്റെ ഫോണില് ഫോൺ പിടിച്ചു തന്നെ. അല്ല ഞാൻ ചോദിക്കുന്നത് ചേട്ടാനെ കൈ ഇങ്ങനെ വെക്കും. അല്ല ദീപക് വെച്ചവര് ഇങ്ങനെ വെച്ചിട്ടില്ല. ശരി, ഞാൻ പറയുന്നത് ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ടില്ല. ആ ശരി, ദീപക് ഇവിടെ വെച്ചിട്ടില്ല. ഇങ്ങനെയല്ലേ ദീപക് താഴെ കൈ തേണ്ടി ഇങ്ങനെ പിടിച്ചോണ്ട് ഇങ്ങനെ കൈ വെക്കും. ഇപ്പൊ ഞാനിത് വീഡിയോ എടുക്കാം. ഞാൻ ബാഗ് വെക്കുന്ന കാണിച്ചു തരാം. കൈ ഇങ്ങനെ വെച്ചാൽ മതി. ഇതിപ്പോ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ശരീരത്തോട് ചേർന്നിരിക്കുന്ന മാതിരിയുള്ള ശരീരത്തിന് ഡിസ്റ്റൻസ് വരുന്നത്. അത് ക്യാമറ ആംഗിൾസ് വർക്ക് ചെയ്യുന്നതാണ്. അല്ല, ലിറ്ററലി ക്യാമറ ആംഗിൾസ് വർക്ക് ചെയ്യുന്നത്. ഇതോ ഈ കാണുന്നത് ലിറ്ററലി ഒരു ക്യാമറ മൂവ് ചെയ്യുമ്പോ ഇപ്പൊ നമ്മുടെ ശരീരത്തിനോട് ചേർന്ന് വെച്ചിരിക്കുന്ന കൈ, ഇത് ഈ ചെറിയ മൂവ്മെന്റിന് ക്യാമറ ആംഗിൾസ് കാണുന്നത്. ക്യാമറ എടോ എങ്ങനെ ക്യാമറ മൂവ് ചെയ്താലും തന്റെ ദേഹത്ത് തൊടാതെ പോകത്തില്ല. മനസ്സിലായോ? ഇതാണ് ഇങ്ങനെ തട്ടിപ്പോവാ. ഇനി വേണേ ഇവിടെ വന്നിക്ക്, എന്റെ ഭാഷ ഒരു കാര്യം കാണിച്ചു തരാം. ഇങ്ങോട്ട് വാ, ഇവിടെ നിൽക്കാൻ കാണിച്ചു തരാം. ഒരു കാര്യം കാണിച്ചു തരാം. ഇനി ഇത് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നത് കാണിച്ചു. നീ ഇവിടെ നിന്നോണം. ഇവിടെ നിൽക്കുന്നു, ഇങ്ങനെ നിൽക്കുന്നു ഷിംജിത. ഞാൻ തന്റെ ഫ്രണ്ട് നിൽക്കുന്നു, ഇവിടെയാണ് നിൽക്കുന്നത് ഓർത്തോണം. ഞാൻ ഇറങ്ങാൻ പോവാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ബാഗ് ഇങ്ങനെ ഒന്ന് പൊക്കിയിട്ട് ഇങ്ങനെ അങ്ങ് ഇറങ്ങി. അതാ സംഭവിച്ചത്. അയാൾ ഇത് ഇത്രേ ചെയ്തിട്ടുള്ളൂ. നീ കുറച്ചുകൂടി നേരെ നിൽക്കും, നിന്റെ കറക്റ്റ് ഇവിടെ കിട്ടണം എനിക്ക്. അതായത് ആ ബാഗ് പൊക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിന്റെ നെഞ്ച് ഈ ലെവലാണേല് ഞാൻ ആ ലെവലിൽ പൊക്കണം. പൊക്കിയിട്ട് ഈ ബാഗ് ഇങ്ങനെ പിടിച്ചാൽ മതി. എന്തിനാണ് പൊക്കുന്നത്? ഒന്നാമത്തെ കാര്യം. പിന്നെ ഇങ്ങനെ പൊക്കി കഴിഞ്ഞാല് ഇറങ്ങുന്ന ഇത് കണ്ടോ, മുന്നോട്ടാ പോകുന്നത്. എന്തേ? ശരി, മുന്നോട്ടാ പോകുന്നത്. ഒരു മിനിറ്റ്,
ഇനി ഒരു 8 മിനിറ്റ് അതേപോലെ മൂവ് മുന്നോട്ടൊന്ന് മൂവ് ചെയ്യുന്നത് കൈ വെക്കുന്ന ഗ്യാപ്പില് ഞാൻ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ആരാണ് കൂടുതൽ? കാര്യം പറയാം എന്താന്ന് പറയാം, ഞാനാ നിൽക്കുന്നത്, നിനക്കൊന്ന് മുട്ടിക്കുക എന്റെ കയ്യിൽ, നീ അവിടെ ഒന്ന് നേരത്തെ അതോടെ നീ ഇവിടെ ഞാൻ നിൽക്കുന്ന പൊസിഷൻ ഇതാണ്. ഓക്കെ, ഷിംജിത ക്യാമറ പിടിച്ചേക്കുന്ന അവിടെയാണ്, നീ ഇങ്ങനെ നിന്ന് നിൽക്കണം, ഇങ്ങനെ നിൽക്കുക, എന്നിട്ടൊന്ന് മുട്ടിക്കുക. ഞാൻ മുന്നോട്ട് പോവാ. ഇതേ പരിപാടിയാണ് ഷിംജിത ചെയ്തത്. എങ്ങനെ ചെയ്തു? ഇപ്പൊ ദീപക് കൈ മുട്ടിച്ചു എന്ന് പറഞ്ഞത് ഒരു പ്രശ്നമുണ്ട്. നിനക്ക് എന്നെ മുട്ടിക്കാൻ പറ്റുമോ നീ നോക്ക്. പൊക്കുന്ന തൊട്ടുള്ള കാര്യം ഞാൻ ചെയ്യത്തില്ല, മനസ്സിലായോ? അതെന്താ ഞാൻ എന്തിനാ അങ്ങോട്ട് ഇറങ്ങുമ്പോ ബാഗ് ഇങ്ങനെ വെക്കുന്നത്? ഞാൻ ഇത് ഇങ്ങനെയാണോ ബാഗ് വെക്കുന്നത്? ഇനി വേറെ സീനുണ്ട്, ഇതൊക്കെ ഒരു കാര്യങ്ങളുണ്ട്. ഇവിടെയും ബാഗ് വെക്കിയേക്കുന്ന എവിടാ നോക്ക്, അയാളുടെ തൊട്ട് പുറകിൽ ഒരു പെണ്ണുണ്ട്, ഇയാള് ബാഗ് ഉടനെ വെക്കും, അതെടുത്തേക്ക്. പെണ്ണിന്റെ പൊസിഷൻ നോക്കിയേ, എടാ ആ പൊസിഷൻ തന്നെ അത് പൊസിഷനിൽ ഇയാളെ എല്ലാപ്പോഴും പെണ്ണ് എവിടെ നിൽക്കുന്ന, അയാളുടെ ബാഗ് എവിടെ നിൽക്കുന്നത് കാണിച്ചു തരാം. നീ ഇവിടെ ഇവിടെയാണ് ബാഗ് ഇരിക്കുന്നത്, നീ എവിടെ നിൽക്കുന്നത്? കൈയും പൊക്കി നിന്ന് ഇവിടോട്ട്, ഈ കൈയും പൊക്കി നീ ഇവിടെ നിൽക്കുക, ഞാൻ തൊട്ടിപ്പുറത്ത് നിന്നിട്ട് ഈ ബാഗ് ആ പൊക്കുന്നു അനങ്ങത്തില്ല, ഈ സാധനം ബാഗ് പൊക്കുമ്പോ ഇങ്ങനെ കൊള്ളും. പക്ഷെ പോയതാണേ. ഇയാൾക്ക് വേറെ പ്രശ്നങ്ങളുണ്ട്, ഇയാളെ പിടിക്കണേ ഭയങ്കര പാടാ. കാരണം എന്താണെന്നറിയോ? അറിയാതെ തട്ടിയതാ, എല്ലായിടത്തും അറിയാതെ തട്ടിയതാ. ഈ തട്ട അല്ല വേറെ കാര്യമുണ്ട്, തന്നെയാണ് ഈ പൊസിഷൻ പൊക്കണം. താൻ കുറച്ചൊരു ചെറുതാണ്, ഇച്ചിരി പൊക്കിയാൽ മതി. ഇത്രയും വലിയ ഹൈറ്റ് ഉള്ള പെണ്ണുങ്ങൾ ഇല്ലാത്തതുകൊണ്ട് അവൻ ഇങ്ങനെ പൊക്കിയില്ലെന്ന് ഞാൻ പറയത്തുള്ളൂ, മനസ്സിലായി? കറക്റ്റ് ആയിട്ട് ഇവിടെ നിന്ന് പൊക്കിയിട്ട് ഇങ്ങനെ അനങ്ങാതെ നിൽക്കും. അപ്പൊ താൻ ഇങ്ങനെ ബസ്സിൽ ആടുമ്പോ ഇട്ടും തട്ടിയും മുട്ടി ഈ കൈ ഇവിടെ ഇരിക്കുക. ഇങ്ങനെയാണോ അവിടെ ഒരാൾ ബസ്സിൽ നിൽക്കുന്നത് ഒരു ബാഗും തൂക്കി? തനിക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ പിടിക്കാൻ പറ്റും ഒരു ബാഗ്? അത്